മോർണിംഗ് സുഹൃത്തുക്കളെ, അങ്ങനെ വീണ്ടും നമുക്ക് ബോംബെയിലേക്ക് ഒരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഓടിയിട്ട് കോലാപ്പൂരിലും കഴിഞ്ഞ് സത്താറൊക്കെ അടുത്തെത്താനായി. അപ്പോൾ ഇങ്ങനെ ഫുഡെല്ലാം വെക്കാൻ വേണ്ടി വണ്ടി ഒതുക്കി. മുന്നിൽ കുറേ വണ്ടി ഉണ്ടായിരുന്നു, എല്ലാവരും എടുത്ത് പോയി. രണ്ട് വണ്ടി മാത്രമേ ഉള്ളൂ. നമ്മളെ കമ്പനി വണ്ടി രണ്ടെണ്ണം കൂടി വരുന്നുണ്ട്. അവരുടെ നിർത്തമില്ലയെന്നറിയില്ല, ലൊക്കേഷൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തെ ചോറുണ്ട്, അത് കുറച്ച് കഴിക്കണം. എൻ്റെ അടുത്ത പരിപാടി നോക്കണം. ഇതാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ലോഡ്. ഇത് US പോകുന്ന ഇത് ജനറേറ്ററാണ്. ജനറേറ്റർ സോളാർ കൺട്രോൾ റൂം. സോളാറിന് കറണ്ട് എടുത്ത് പവർ കൂട്ടിയിട്ട് പുറത്തേക്ക് സപ്ലൈ ചെയ്യും. ഇത് 2 ജനറേറ്ററാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കൊന്ന്, ഇവിടുന്ന് ഇങ്ങോട്ടേക്കൊന്ന്. അപ്പോൾ ഗ്യാസ് എടുക്കണം. ഗ്യാസ് പുറത്താണ് വെച്ചത്. ഇതാണ് ടൂൾ ബോക്സ്. ഇതാണ് നമ്മളടുക്കിലെ കുറ്റി, 5 ലിറ്ററിൻ്റെ. ഇതവിടെ വെള്ളം എടുത്ത് വെക്കുന്ന സ്റ്റോറേജ്. വെള്ളം ആഡ്ബ്ലൂ ബക്കറ്റ്. ഇനി അടുത്ത് ഗ്യാസ് സെറ്റാക്കണം. ഇതൊരു ബക്കറ്റുണ്ട്, ആ ബക്കറ്റിലാണ് ഇട്ട് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഹൈറ്റ് കിട്ടും. അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ആ പുള്ളിക്കാരനും ഫുഡ് വെക്കേണ്ട പരിപാടി തുടങ്ങി. പുള്ളിക്കാരൻ പുറത്താണ് കിച്ചൺ. ഞാൻ പുറത്ത് വെക്കാറില്ല, പൊടിയാകുന്നതുകൊണ്ട് ഉള്ളിലേ വെക്കാറുള്ളൂ. ഇതാണ് ഇവിടുത്തെ കരിമ്പൻ വണ്ടി. ട്രാക്ടർ ഉണ്ടല്ലോ, ഡബിൾ ട്രക്ക്. നല്ല ഹെവി ലോഡാ. അവരവരെ പണിയെടുക്കട്ടെ. കഴിക്കാൻ നോക്കി, കറി കുഴപ്പമില്ല, ചോറ് പോയിപ്പോയായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ഊമ്പിപ്പോയി. ഇനി അടുത്ത ചോറ് വെച്ചിട്ട് കഴിക്കാം. പിന്നെ അതിൻ്റെ പരിപാടികൾ നോക്കാം. കുറച്ചൊന്നും വെച്ചാൽ മതി. ഇപ്പോൾ പോയേ പോട്ടെ. പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ അരി കഴുകി അടുപ്പത്ത് വെച്ചു. ഇനി അടുത്തത് പരിപാടി അടുപ്പ് കത്തിക്കൽ കർമ്മം. അങ്ങനെ അടുപ്പ് കത്തിച്ചു. കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഈ ചോറ് അരി അടുപ്പത്തിട്ട സമയത്ത് 2 മുട്ടയും കൂടി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ചോറ് വാങ്ങുമ്പോൾ മുട്ടയാവും. ഇതാണ് മുട്ട സ്റ്റോറേജ്. ഇതാകുമ്പോൾ ഓട്ടത്ത് പൊട്ടിപ്പോവില്ല. നല്ല മുഴുത്ത മുട്ട എടുക്കും. അതിനകത്ത് 12 മുട്ട സ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അധിക ദിവസം മേടിച്ച് വെക്കരുത്, വണ്ടിയിലായിട്ട് പോയി പോകും. അങ്ങനെ ആ പരിപാടിയാണ്. ഇനി കറിക്കുള്ള സാധനങ്ങൾ സെറ്റാക്കാം. കറിവേപ്പില, ഉണങ്ങിയ കറിവേപ്പില, അതെടുക്കട്ടെ. ഇന്നത്തെ കറി സോയാബീൻ എപ്പോൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ പുളിയിട്ട സോയാബീൻ. പുളിയിട്ട മീൻകറി എന്നെല്ലാം പറയുന്ന പോലെ പുളിയിട്ട സോയാബീൻ. നോക്കാം, ഓരോന്നങ്ങനെ പരീക്ഷിക്കാമല്ലോ. ഇനി ഉള്ളി ഇഞ്ചി എല്ലാം തൊലിക്കണം. അങ്ങനെ തൊലിക്കൽ പ്രക്രിയയെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ കുളിപ്പിച്ചെടുക്കാം. മുഴുത്ത 3 പച്ചമുളകാ, മൂലം പോകുകയും തോന്നുന്നു. നോക്കാം. കുളിപ്പിച്ചെടുത്ത് നമ്മൾ അരി തിളച്ച് മറയിൽ തുടങ്ങി അങ്ങോട്ട് പോകാം. അപ്പം എന്തുണ്ട്, ഇത് തുറന്ന് നോക്കണം, അല്ലെങ്കിൽ കാലെല്ലാം തെറിച്ച്
ഉള്ളെല്ലാം വെള്ളം വീണ് നാശമാകും. കുറച്ച് തീ കുറക്കാം അല്ലേ. ഓക്കെ, ഇനി ഇതിന് കട്ട് ചെയ്യാനുള്ള പലയെടുക്കുക, അറഞ്ചം പുറഞ്ചം കട്ട് ചെയ്യുക. കുളിപ്പിച്ചെടുത്ത സാധനത്തൊക്കെ അറഞ്ചം പുറഞ്ചം കട്ട് ചെയ്ത് വെച്ച് ഇനിയത്തെ പരിപാടി നമ്മളെ ചോറിലിട്ട മുട്ടേനെ എടുക്കണം. കാണുന്നില്ലല്ലോ, പോയാ നാടാ. ഒന്നിനെ കിട്ടി, ഇനി ഒന്നിനെയും കൂടി കിട്ടണം. ഇവിടെ ഉണ്ടോ? വരൂ മകനേ. ചോറായി, ചോറ് വാർത്ത്. അപ്പം ഇനി സോയാബീനൊന്ന് ചെറുങ്ങനെ തിളപ്പിക്കണം. അതിൻ്റെ പച്ച ചോയൊന്ന് പോയി അതിൽ മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങ് തിളപ്പിച്ചാൽ രണ്ട് കഴുകിക്കഴിഞ്ഞാൽ റെഡിയാവും. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, കറിവേപ്പില, കടുവും വറുത്തിട്ടൊന്ന് വരട്ടി കുറച്ച് പുകാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ച സോയാബീനൊന്ന് നടുക്കൂട്ടൊരു പീസാക്കണം. ചൂടുണ്ട് ചൂടുണ്ട്. ഇങ്ങനെ നടുക്കൂട്ട മുറിച്ചാൽ അധികം വലിപ്പം ഉണ്ടാവില്ല. മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ചോണ്ട് ഈ മഞ്ഞ കളർ വന്നു. പിന്നെ 2 വെള്ളത്തിൽ കഴുകി ഫുള്ള് പീഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പച്ച ചൊയ അങ്ങ് പോയിക്കോളും. കുറച്ചും കൂടെ വേണം, കുറച്ച് വെക്കാം. അത് 2 വെള്ളത്തിൽ കഴുകിയാടെ വെച്ച് ഇത് സെറ്റാക്കണം. അത് മൊത്തം ഉടച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. അങ്ങനെ എല്ലാം അടിഞ്ഞൊരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മീൻ മസാല എല്ലാം കൂടി ഇട്ട് ഒന്ന് ഇതാക്കി എടുക്കണം. ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ മസാലപ്പൊടി ഇടുന്ന സമയത്ത് അതെല്ലാം കൂടി കയറി പിടിച്ച് കൂമ്പിപ്പോയി. മഞ്ഞപ്പൊടി, അടുത്ത മുളക് പൊടി. വാ മോനെ. മുളക് പൊടി. ഇത് കാശ്മീർ മുളക് പൊടിയാണ്, ഈ കളറ് വേണ്ടിയിട്ട്. ഇത് ഫിഷ് മസാല. ഇത്രയും മസാല ഉണ്ട്. ഇതും ഗ്യാസ് കത്തിക്കുക. ഇത് നല്ലോണം ഇളക്കി മസാല എല്ലാം ഒന്ന് മൂത്ത് സെറ്റാവും. ഇതിനകത്ത് നേരത്തെ പീഞ്ഞ് വെച്ച കുറച്ച് പുളിയുണ്ട്. അത് ടൈമിലാക്കി വെക്കാം. ഇതൊന്ന് ഇങ്ങനെ ഇളക്കാം. നല്ല അടിപൊളി ഒരു മസാലയായി. കാണാൻ ഗുണമെല്ലാം ഉണ്ട്, ചെറിയ മണം വരുന്നുണ്ട്. നല്ലൊന്ന് സെറ്റായി. എന്നിട്ട് ഞാൻ കറിയിൽ കഞ്ഞിവെള്ളം ഒഴിക്കുക. നമുക്ക് കറിക്ക് കുറച്ച് മുയിപ്പ് വരും.
കുറച്ച് കട്ടി മൊത്തം കഴിക്കുക. എൻ്റെ സൈഡ് പിടിച്ചെടുക്കുന്ന എല്ലാം അങ്ങ് താട്ടി വെള്ളത്തിലേക്ക് നോക്കുക. മറ്റൊന്ന് ഇളക്കി വെള്ളവും എല്ലാം കൂടി ഒന്ന് മിക്സായി സംഭവം സെറ്റാവും. അങ്ങനെ സോയാബീൻ പുളിയിട്ടത് പുളിയും മുളകിട്ടെ റെഡിയായി. ഇനി അടുത്തൊരു മുട്ട ആംപ്ലേറ്റ് അടിക്കണം. അതും കൂടി ആയിക്കഴിഞ്ഞാൽ സംഭവം കുശാലായി. ഇങ്ങനെ ആംപ്ലേറ്റ് ആയി. ഇത് ഇപ്പോഴത്തേക്ക്, ഇത് രാത്രിക്കേക്ക്. പിന്നെ ഈ സാധനമൊക്കെ ഒന്ന് എടുത്തെല്ലാം റെഡിയാക്കി വെക്കണം. അങ്ങനെ സാധനം എടുത്ത് വെച്ച് ഫുഡ് വിളമ്പി. ഇന്നലത്തെ തൈരുണ്ടായിരുന്നു, ഒരു ആംപ്ലേറ്റ് ആക്കി. ഇത് നമ്മളെ സോയാബീൻ പുളിയും മുളകിട്ടെ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. ചൂരക്കറി വെച്ച പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എല്ലാവരും അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാവരും സമയത്ത് ഫുഡ് കഴിക്കുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.